മണി സ്റ്റാർട്ട് ചെയ്തല്ലേ അല്ലേ? നമ്മള് ഇപ്പൊ ഉപയോഗിക്കുന്ന കോയിൻസും കറൻസി നോട്ട്സും ഏതൊക്കെയാന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ദെൻ പേജ് നമ്പർ 104 104. പേജ് നമ്പർ 104. നമ്മള് ക്യാഷ് മണി എമൗണ്ട് എങ്ങനെയാണ് വേർഡ്സിലും ഫിഗേഴ്സിലും എക്സ്പ്രസ് ചെയ്യുന്നത്? ഓക്കെ, we can express money in two ways, in figures and words. മണി നമുക്ക് രണ്ട് രീതിയിൽ എക്സ്പ്രസ് ചെയ്യാം, ഫിഗേഴ്സിലും. ഇന്നലത്തെ ക്ലാസ് എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ട് ഏതാ മനസ്സിലായിട്ടാ. പേജ് നമ്പർ 104, 4th chapter, മണി. ജസ്റ്റ് തുടങ്ങിയതേ ഉള്ളൂ. അപ്പൊ നമുക്ക് മണി എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? ഫിഗേഴ്സിലും നമ്പേഴ്സ് വെച്ചിട്ടും വേർഡ്സിലും എക്സ്പ്രസ് ചെയ്യാം. അതെങ്ങനെയാ നോക്കാം. ഇപ്പൊ നമ്മൾ കടയിൽ ചെന്നിട്ട് ഒരു ടോയ് വാങ്ങുന്നു, അല്ലെങ്കിൽ ഒരു കാർ വാങ്ങുന്നു. ആ കാറിന്റെ നമ്മൾ എത്ര ക്യാഷ് കൊടുക്കുന്നു? വാങ്ങിയിട്ട് എത്ര കൊടുക്കുന്നു? ഒരു 250 rupees കൊടുത്തു. ഓക്കെ, 250 rupees 50 പൈസ, 250 രൂപ 50 പൈസ കൊടുത്തു. ഇതിനെ നമ്മൾ ആ ടോയ് കാറിന്റെ പ്രൈസ് എന്ന് പറയണമെങ്കിൽ ഇപ്പൊ നമ്മൾ ജസ്റ്റ് വെറുതെ എഴുതിയത് 250.50, ഇതെന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ലല്ലോ. ഫിഗേഴ്സിൽ മണിയെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പോ നമ്മൾ എഴുതുന്ന ഫിഗറിന് മുന്നിൽ, നമ്പറിന് മുന്നിൽ നമ്മൾ റുപ്പീസ് എന്നുള്ള സിമ്പിൾ ചേർക്കും. റുപ്പീസ് എന്ന് പറഞ്ഞാൽ ഹിന്ദി അക്ഷരത്തിലെ റ എന്ന് എഴുതിയതിനു ശേഷം അതിന്റെ സെന്ററിലായിട്ട് ഒരു വര കൂടി വയ്ക്കും. ഇതാണ് റുപ്പീസ് എന്നുള്ളതിന്റെ സിമ്പിൾ. ഓക്കെ, ഏതെങ്കിലും ഒരു നമ്പറിന് മുന്നിൽ ഈ ഒരു സിമ്പിൾ കണ്ടാൽ നമുക്ക് എന്ത് പറയാം? അത് എന്തിന്റെയോ പ്രൈസ് ആണ്, അത് എമൗണ്ട് ആണ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മള് മണിയെ ഫിഗേഴ്സിൽ എക്സ്പ്രസ് ചെയ്യുന്നത്. ഇപ്പൊ ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ എന്താ പറയാ? റുപ്പീസ് 50, റുപ്പീസ് 50, ഇങ്ങനെയാണ് അത് വായിക്കുന്നത്, റുപ്പീസ് 50. ഇനി വേർഡ്സിൽ എങ്ങനെയാ പറയാ? ഈ ഒരു എമൗണ്ട്, അതായത് ഈ ടോയ് കാറിന്റെ എമൗണ്ടിനെ നമ്മൾ എങ്ങനെ പറയും? പ്രൈസിനെ 250 rupees എങ്ങനെ പറയാം? 350 rupees. 250 rupees 50 paise. 250 rupees 50 paise. ഇങ്ങനെയാണ് ഈ 250.50 എന്നുള്ള പ്രൈസ് എമൗണ്ടിനെ നമ്മൾ വേർഡ്സിൽ എക്സ്പ്രസ് ചെയ്യാം. ഇനി 50 രൂപയാണെങ്കിലോ 50 rupees 50 rupees. ഓക്കെ, അപ്പൊ വേർഡ്സിൽ എക്സ്പ്രസ് ചെയ്യുന്നത് ഇങ്ങനെ, വേർഡ്സിൽ നമ്മൾ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യും. ഫിഗേഴ്സിലാണെങ്കിൽ ഇങ്ങനെയും എക്സ്പ്രസ് ചെയ്യും. ഫിഗേഴ്സിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ എഴുതുന്ന നമ്പറിന് മുന്നിലായിട്ട് റുപ്പീസ് എന്നുള്ള സിമ്പൽ ചേർത്താൽ മതി. റുപ്പീസ് എന്നുള്ള സിമ്പൽ എങ്ങനെ ചേർക്കാം? റുപ്പീസ്, ഇതാണ് റുപ്പീസ്. ഓക്കെ, പണ്ടൊക്കെ RS എന്ന് എഴുതുക ചെയ്യാം. റുപ്പീസ് എന്നുള്ളതിന് RS എന്ന് എഴുതുക ചെയ്യാം. പക്ഷെ ഇപ്പോ commonly we use this symbol.
ഈ സിമ്പിൾ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. റുപ്പീസ് എന്നുള്ളതിന് ഈ സിമ്പിൾ ഉപയോഗിക്കും. ഈ സിമ്പിൾ മറന്നു പോവരുത്. ഹിന്ദി അക്ഷരത്തിലെ റാ എന്ന് എഴുതുക. ഹിന്ദി അക്ഷരം അറിയാലോ, റാ എന്ന് എഴുതുക. അതിന്റെ സെന്ററിലൂടെ ഒരു വര. ദിസ് ഈസ് റുപ്പീസ്. ഓക്കെ, അപ്പോ എമൗണ്ട് മണിയെ നമുക്ക് വേർഡ്സിലും ഫിഗേഴ്സിലും എക്സ്പ്രസ് ചെയ്യാൻ പഠിച്ചല്ലോ. ഇനി നിങ്ങളുടെ പേജ് നമ്പർ 104 ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. കോയിൻസ് ആൻഡ് നോട്ട്സ്, എമൗണ്ട് ഇൻ ഫിഗേഴ്സും എമൗണ്ട് ഇൻ വേർഡ്സും കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നോക്കിയേ. ആദ്യത്തേത് ഫസ്റ്റ് വൺ, ഒരു 5 rupee നോട്ടും 5 rupee കോയിനും. 5 rupee നോട്ടും 5 rupee കോയിനും കൂടിയാൽ എത്ര രൂപയായി? ടോട്ടൽ 10 rupees. 10 rupees ഫിഗേഴ്സിൽ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത് ₹10. വേർഡ്സിൽ എഴുതുമ്പോ 10 rupees. Then second one, 2 rupee നോട്ടും 1 rupee കോയിനും. ടോട്ടൽ 3 rupees. 3 ₹3 എന്ന ഫിഗേഴ്സിൽ എഴുതും, 3 rupees എന്ന വേർഡ്സിലും പറയും. Then 20 rupee നോട്ടും 5 rupee കോയിനും. ₹25. 25 എന്ന വേർഡ്സിലും ഫിഗേഴ്സിലും എഴുതിയിട്ടുണ്ട്. 25 rupees, ₹25. Then 100 rupee നോട്ടും 10 rupee കോയിൻ, 10 rupee നോട്ടും. ₹110. 110 rupees. Last one, 1000 rupee നോട്ടും 20 rupee നോട്ടും. ₹1020. വേർഡ്സിൽ പറയുമ്പോ 1020 rupees. Then while writing money in figures, we put a dot between rupees and paise. നമ്മള് ഫിഗേഴ്സിൽ മണി എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് റുപ്പീസിന്റെയും പൈസയുടെയും ഇടയില് ഒരു ഡോട്ട് ഇടും. അത് രണ്ടും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്ത് മനസ്സിലാവാൻ വേണ്ടിട്ട് അങ്ങനെ ഇടുന്നത്. 2 rupee 5 paise എന്ന് എഴുതുമ്പോ 2.05. 2 rupee 55 paise എന്ന് എഴുതുമ്പോ 2.50. ഫിഗേഴ്സിൽ എഴുതുന്ന സമയത്ത് റുപ്പീസിന്റെയും പൈസയുടെയും ഇടയില് ഒരു ഡോട്ട് ഇടും. ഓക്കെ, എക്സാമ്പിൾ 1 നോക്കിയേ. പേജ് നമ്പർ 105. Write the following in figures. 3 rupees 16 paise. 3 rupees 16 paise. എങ്ങനെ എഴുതും? എങ്ങനെ എഴുതും? 3 rupees 3.16 അല്ലേ? ഇനി 11 rupees 20 paise ആണെങ്കിലോ? അവിടെ തന്നെ ആൻസർ കൊടുത്തിട്ടുണ്ട്, ₹11.20. 13 rupees 3 paise ആണെങ്കിലോ? 13 rupees 3 paise, ₹13.03. ₹13.03. അപ്പൊ റുപ്പീസിന്റെയും പൈസയുടെയും ഇടയിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു പോയിന്റ് ഇടും, ഒരു ഡോട്ട് ഇടും, അതിനെ വേർതിരിച്ച് മനസ്സിലാവാൻ വേണ്ടി. എക്സാമ്പിൾ 2, റൈറ്റ് ദ ഫോളോയിങ് ഇൻ ഫിഗേഴ്സ്, വേർഡ്സ്. തന്നിരിക്കുന്ന മണിയെ എന്ത് ചെയ്യണം? വേർഡ്സിൽ എഴുതണം. ₹16.52. 16 rupees 52 paise. 16 rupees 52 paise. Then second one, 22.80. 22.80. എങ്ങനെ പറയും? 22 rupees 80 paise. Third one, 30.02. 30 rupees 2 paise. Okay. Exercise 4.1 first one, write the following in words.
എഴുതണ്ട, നിങ്ങൾ ജസ്റ്റ് പറഞ്ഞാ മതി. റുപ്പീസ് 4.12 എങ്ങനെ പറയും വേർഡ്സില്? എങ്ങനെ പറയും? റുപ്പീസ് 4.12 എങ്ങനെ പറയും വേർഡ്സിൽ? എങ്ങനെ പറയാം? 4 rupees 12 paise. 4 rupees 4 rupees 12 paise. Rupees 64.70 എങ്ങനെ പറയും? 64 rupees 70 paise. 64 rupees 70 paise. Third one, rupees 18.63. 18 rupees 63 paise. 63 paise. 25.05. 25 rupees 5 rupees 5 paise. 25 rupees 5 paise. 21.36. 21 rupees 36 paise. Okay, 21 rupees 36 paise. അപ്പൊ ഒരു മണി നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് വേർഡ്സിലും ഫിഗേഴ്സിലും എക്സ്പ്രസ് ചെയ്യാൻ അറിയാലോ. അടുത്ത ക്വസ്റ്റ്യൻ കണ്ടോ? റൈറ്റ് ദ ഫോളോയിങ് ഇൻ ഫിഗേഴ്സ്. 2 rupees 17 paise. അത് നിങ്ങൾ ടെക്സ്റ്റിൽ തന്നെ ഫിഗേഴ്സിൽ ഒന്ന് എക്സ്പ്രസ് ചെയ്ത് എഴുതാം ഹോംവർക്ക് ആയിട്ട്. എക്സസൈസ് 4.1 ബി ക്വസ്റ്റ്യൻ. റൈറ്റ് ദ ഫോളോയിങ് ഇൻ ഫിഗേഴ്സ്. കൊടുത്തിരിക്കുന്നത് എന്ത് ചെയ്യാം? ടെക്സ്റ്റിൽ തന്നെ ഫിഗേഴ്സിൽ എക്സ്പ്രസ് ചെയ്ത് എഴുതാം. ഓക്കെ, then conversion of rupees into paise. Conversion of rupees into paise. rupees നമ്മൾ നേരത്തെ കുറെ കൺവേർഷൻ പഠിച്ചിട്ടുണ്ട്. ലെങ്തിനും വെയിറ്റിനും പിന്നെ കപ്പാസിറ്റിക്കൊക്കെ കുറെ കൺവേർഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ റുപ്പീസിനെ പൈസയിലേക്കും പൈസയെ റുപ്പീസിലേക്കും കൺവേർട്ട് ചെയ്യാൻ നമുക്ക് പഠിക്കാം. ഓക്കെ, റുപ്പീസിനെ പൈസയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ രണ്ട് മെത്തേഡ് ഉണ്ട്. ഒന്ന് ഈസി മെത്തേഡും ഒന്ന് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യേണ്ട മെത്തേഡും. വർക്ക്ഔട്ട് ചെയ്യേണ്ട മെത്തേഡ് ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? multiply the rupees by 100 and add the paise to it. റുപ്പീസിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, എന്നിട്ട് പൈസ ആഡ് ചെയ്യാം. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോ റുപ്പീസ് 9.25 ആണെങ്കിൽ റുപ്പീസ് 9.25 ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇതെന്താ ശരിക്കും? 9 rupees 25 paise അല്ലേ? അല്ലേ? 9 rupees 25 ആണല്ലേ? 9 rupees 25 paise ആണ് റുപ്പീസ് 9.25. ഇതിന് എന്ത് ചെയ്താൽ മതി? 9 റുപ്പീസിനെ 9 into 100 ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം? 25 paise അതിനോട് ആഡ് ചെയ്യാം. റുപ്പീസിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, എന്നിട്ട് 25 paise അതിനോട് ആഡ് ചെയ്യാം. 9 into 100 900. അതിനോട് കൂടി 25 ആഡ് ചെയ്താൽ 925 paise. 925 paise. ഇതെന്താ ചെയ്തേ? കൺവേർഷൻ ഓഫ് റുപ്പീസ് ഇൻടു പൈസ. കൺവേർഷൻ ഓഫ് എഴുതണ്ട, ഇപ്പൊ എഴുതണ്ട, പിന്നെ എഴുതിയാ മതി.
ഗ്രൂപ്പിൽ ഇട്ടുതരാം. കൺവേർഷൻ ഓഫ് റുപ്പീസ് ഇൻടു പൈസ എന്ത് ചെയ്താൽ മതി? റുപ്പീസിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, എന്നിട്ട് അതിന്റെ കൂടെ പൈസ ആഡ് ചെയ്യാം. അതും അല്ലെങ്കിൽ ഒരു എളുപ്പ വഴിയുണ്ട്. എന്ത് ചെയ്താൽ മതി എന്നറിയോ? ഇപ്പൊ റുപ്പീസ് 25.85 ആണെങ്കിൽ, റുപ്പീസ് 25.85 ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി എന്നറിയോ? ആ റുപ്പീസിനെയും പൈസയെയും വേർതിരിച്ചു വെക്കുന്ന ഡോട്ട് ഇല്ലേ, ആയിക്കട്ടായി പോവാ. നെറ്റിന്റെ പ്രശ്നം കൊണ്ടായിരിക്കും. എളുപ്പ വഴി പറഞ്ഞുതരാം. റുപ്പീസിനെ പൈസയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ തന്നിരിക്കുന്ന മണി, തന്നിരിക്കുന്ന ഫിഗറിൽ ആ ഡോട്ടിനെ അങ്ങ് ഒഴിവാക്കിയിട്ട് ഫുൾ ഫിഗർ ആയിട്ട് എഴുതാം. 25.85 പൈസ. കൂടുതൽ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. റിമൂവ് ദി ഡോട്ട്. എന്ത് ചെയ്താൽ മതി? റുപ്പീസിനെയും പൈസയെയും വേർതിരിച്ചു വെക്കുന്ന ഡോട്ട് റിമൂവ് ചെയ്താൽ മതി. റിമൂവ് ദ ഡോട്ട്. എന്നാൽ എന്തായി? പൈസ ഉള്ളത്, സോറി, റുപ്പീസ് ഉള്ളത് പൈസയായി. ഓക്കെ, ഇത്രേ ചെയ്യാനുള്ളൂ. റുപ്പീസിനെ പൈസയിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ റുപ്പീസിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, എന്നിട്ട് പൈസ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ആ ഡോട്ട് അങ്ങ് റിമൂവ് ചെയ്തിട്ട് എഴുതിയാൽ മതി. മൾട്ടിപ്ലൈ rupees by 100 and add the paise. രണ്ട് മെത്തേഡിൽ നമുക്ക് ചെയ്യാം. ഒന്നുകിൽ റുപ്പീസിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പൈസ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഡോട്ട് റിമൂവ് ചെയ്യാം. ഈ രണ്ട് മെത്തേഡിൽ ചെയ്യാം. ഓക്കെ, then next, conversion of paise into rupee. Conversion of paise into rupees. Conversion of paise into rupees. എങ്ങനെ ചെയ്യും? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എങ്ങനെ ഡിവൈഡ് ചെയ്യാം? എങ്ങനെ ഡിവൈഡ് ചെയ്യാം? ഇപ്പോ 2500 പൈസ ആണെങ്കിൽ 2500 പൈസ ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആ രണ്ട് സീറോസ് അങ്ങ് ഒഴിവാക്കാം. ഓക്കെ, ആ രണ്ട് സീറോസ് അങ്ങ് ഒഴിവാക്കിയാൽ that means equal to 2500 divided by 100. 2500 divided by 100 equal to 25 rupees. ലാസ്റ്റ് രണ്ട് ഡിജിറ്റ് സീറോ ആണെങ്കിൽ ആ രണ്ട് സീറോസ് അങ്ങ് ഒഴിവാക്കാം. ഓക്കെ, അവിടെ നമ്മൾ ശരിക്കും എന്താ ചെയ്യുന്നത്? ഡിവൈഡ് ബൈ 100. ഡിവൈഡ് ബൈ 100. അല്ലെങ്കിൽ വേറൊരു ഈസി മെത്തേഡ് ഉണ്ട്. ഇപ്പോ 4500
26 പൈസ ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈക്വൽ ടു 45.26. അതായത് വൺസിന്റെയും ടെൻസിന്റെയും പ്ലേസ് കഴിഞ്ഞിട്ട് ഡോട്ട് ഇടാം. അതായത് ഹൺഡ്രഡ്സിന്റെയും ടെൻസിന്റെയും പ്ലേസിന്റെ ഇടയിൽ ഡോട്ട് ഇട്ടാൽ പൈസേനെ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്തു. എന്ത് ചെയ്താൽ മതി? Put dot between the place of hundreds and tens. ഹൺഡ്രഡ്സിന്റെയും ടെൻസിന്റെയും ഇടയിൽ ഡോട്ട് ഇട്ടാൽ മതി. Put dot between the places of പറയുന്നൊന്നും തിരിയുന്നില്ല. റേഞ്ചിന്റെ പ്രശ്നം കൊണ്ടായിരിക്കും. ഹൺഡ്രഡ്സ് ആൻഡ് ടെൻസ്. ടെൻസിന്റെയും ഹൺഡ്രഡ്സിന്റെയും ഇടയിൽ എന്ത് ചെയ്താൽ മതി? ഡോട്ട് ഇട്ടാല് പൈസേനെ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യാം. എളുപ്പ വഴി നോക്കിയിട്ട് എങ്ങനെയാന്ന് വെച്ചാൽ ചെയ്താൽ മതി. കുറേ ചെയ്യാനുണ്ട്. എക്സസൈസ് 4.2 convert into paise, convert into rupees. Rupees 3.00 പൈസയിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യും? ഡോട്ട് അങ്ങ് ഒഴിവാക്കിയാൽ മതി. എക്സസൈസ് 4.2 എ ക്വസ്റ്റ്യൻ കൺവേർട്ട് ഇൻടു പൈസ എന്ത് ചെയ്താൽ മതി? അതിൽ കൊടുത്തിരിക്കുന്നതിന്റെ എല്ലാം ഡോട്ട് അങ്ങ് ഒഴിവാക്കിയിട്ട് പൈസ ചേർത്താൽ മതി. റുപ്പീസ് 3.00 300 പൈസ. മക്കളെ റേഞ്ചിന്റെ പ്രശ്നം കൊണ്ടായിരിക്കും. ക്ലൈമറ്റ് മോശമല്ലേ, അപ്പൊ റേഞ്ച് കുറവായതുകൊണ്ടായിരിക്കും കേൾക്കാത്ത. യൂട്യൂബ് ക്ലാസ് കണ്ടാൽ മതി കേട്ടോ. സെക്കൻഡ് വൺ റുപ്പീസ് 10.25. റുപ്പീസ് 10.25 എന്നുള്ളത് ആ ഡോട്ട് അങ്ങ് ഒഴിവാക്കിയാൽ നമുക്ക് എത്ര കിട്ടും? 1025 പൈസ. തേർഡ് വൺ റുപ്പീസ് 6.12. റുപ്പീസ് 6.12 എന്നുള്ളതിൽ ആ ഡോട്ട് അങ്ങ് ഒഴിവാക്കിയാല് നമുക്ക് എത്ര കിട്ടും? 612 പൈസ. ഫോർത്ത് വൺ റുപ്പീസ് 8.22. എന്ത് ചെയ്താൽ മതി? 8.22 ആ പോയിന്റ് അങ്ങ് ഒഴിവാക്കുക. 822 പൈസ. ഓക്കെ, ഇനി കൺവേർട്ട് ഇൻടു റുപ്പീസ്. Convert into rupees. $600 പൈസേനെ റുപ്പീസിലേക്ക് മാറ്റണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ടെൻസിന്റെയും ഹൺഡ്രഡ്സിന്റെയും ഇടയിൽ ഡോട്ട് ഇടാം. 6.00 റുപ്പീസ് 6.00. സെക്കൻഡ് വൺ 980 പൈസ. 980 പൈസേനെ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ടെൻസിന്റെയും ഹൺഡ്രഡ്സിന്റെയും ഇടയിൽ ഡോട്ട് ഇട്ടാൽ മതി. 9.80 റുപ്പീസ് 9.80. 760 പൈസ. Put dot between the place of hundreds and tens. Rupees 7.60. അതുപോലെ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ ജസ്റ്റ് ടെക്സ്റ്റിൽ എഴുതാൻ പറ്റുമെങ്കിൽ ടെക്സ്റ്റ് തന്നെ എഴുതാം. ഓക്കെ, നെക്സ്റ്റ് എന്താ ചെയ്യണ്ടേ? അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് അഡീഷനും സബ്ട്രാക്ഷനും. മണീന്റെ അഡീഷനും സബ്ട്രാക്ഷനും നമ്മൾ നേരത്തെ ഒക്കെ ചെയ്തതുപോലെ എന്ത് വെയിറ്റിന്റെ അഡീഷൻ ചെയ്തിട്ടുണ്ട്, ലെങ്ത്തിന്റെ അഡീഷൻ ചെയ്തിട്ടുണ്ട്, അതുപോലെ കപ്പാസിറ്റിന്റെ അഡീഷൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് മണീന്റെയും അഡീഷനും സബ്ട്രാക്ഷനും ചെയ്യുന്നത്. റുപ്പീസും പൈസയും കുറച്ച് വിട്ട് വിട്ട് കോളമാക്കി എഴുതാം. പൈസ ആദ്യം ആഡ് ചെയ്യാം. പൈസ ആഡ് ചെയ്യുമ്പോൾ അതിൽ വരുന്ന റിമൈൻഡർ
റുപ്പീസിലേക്ക് ക്യാരി ഓവർ ചെയ്യാം. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. rupees 5 cents, 65 rupees 45 paise plus 21 rupees 74 paise. ഇതെങ്ങനെ ആഡ് ചെയ്യും? ആദ്യം പൈസ ആഡ് ചെയ്യാം. 5 plus 4 9, 7 4 plus 7 11 1 ഇവിടെ എഴുതാം. റിമൈൻഡർ വരുന്ന 1 റുപ്പീസിലേക്ക് ക്യാരി ഓവർ ചെയ്യാം. 1 plus 5 6, 6 plus 1 7, 6 plus 2 8. So the total is 87 rupees 19 paise. 7 rupees 19 paise. ഇനി എക്സൈസ് 4.3 ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 214 rupees 75 paise. 75 paise plus 120 rupees 35 paise. 5 plus 5 10 ന് 0 എഴുതി 1 ക്യാരി ഓവർ ചെയ്യുന്നു. 1 plus 7 8, 8 plus 3 11, 1 ഇവിടെ എഴുതി. റിമൈൻഡർ 1 റുപ്പീസിലേക്ക് ക്യാരി ഓവർ ചെയ്യുന്നു. 1 plus 4 5, 1 plus 2 3, 2 plus 1 3. So 335 rupees 10 paise. 335 rupees 10 paise. ആഡ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ലല്ലോ. സബ്ട്രാക്ട് ചെയ്യുന്നതും ഇതുപോലെ തന്നെ. സബ്ട്രാക്ഷൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഇപ്പോ ഈ അഡീഷനിൽ വരുന്ന ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ ടെക്സ്റ്റ് തന്നെ എഴുതാം. പേജ് നമ്പർ 108 എക്സൈസ് 4.3. ബാക്കിയുള്ളത് ഹോംവർക്ക് ആയിട്ട് എഴുതി നോക്കാം കേട്ടോ. ഓക്കെ, ബാക്കി അടുത്ത ക്ലാസ്സിൽ എടുക്കാം. Bye.